പ്രഭാതം ദൈവം നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന 25-ാം സങ്കീർത്തനം 2-ാം വാക്യം, സാംസ് 25:2. എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ആമേൻ. ഇവിടെ ഒരു പ്രാർത്ഥനയാണ്, ഒരു യാചനയാണ്, ഒരു അപേക്ഷയാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. രാവിലെ സമയത്ത് ഏത് പ്രതിസന്ധിയായിട്ട്, ഏത് പ്രതികൂലമായിക്കോട്ടെ, എങ്ങനെയുള്ളതായിക്കോട്ടെ, എന്നാൽ അതിനെ ജയിക്കുവാൻ ശക്തനായവൻ, അതിൽ നിന്ന് വിടുവിച്ച് ജയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി തരുന്നവനായ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ രാവിലെ സമയത്ത് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് സകല ശത്രുവിൻ്റെ കോട്ടങ്ങളിൽ നിന്ന് ലജ്ജിക്കുന്ന അവസ്ഥകൾ നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് സർവ്വശക്തനാണ്. യേശുവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനം മൂലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.